അക്ഷയ കേന്ദ്രങ്ങളുടെ ഒരു സംഘടന കേരളത്തിൽ 2.5 വർഷത്തിന് മുമ്പ് തുടങ്ങുകയുണ്ട്. സംരംഭകരുടെ മാത്രമായിട്ടുള്ളൊരു സംഘടനയാണ്. അത് തുടങ്ങുവാനുള്ള കാരണം തന്നെ കഴിഞ്ഞ 22 വർഷമായിട്ട് കേരളത്തിലെ ഡിജിറ്റൽ ഡിവൈഡ് കുറച്ച ഏറ്റവും കേന്ദ്ര ഗവൺമെൻറ് തന്നെ പല അവാർഡുകളും നമ്മുടെ കേരള സർക്കാർ നേടിക്കൊടുത്ത അക്ഷയ കേന്ദ്രങ്ങളുടെ ശോചനീയമായ അവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് സംരംഭകർക്ക് ഒരുമിച്ച് കൂടേണ്ടി വന്നത്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ സർക്കാരിനോട് പലതരത്തിലുള്ള നിവേദനങ്ങളിലൂടെയും ചർച്ചകൾ നടത്തിയെങ്കിലും യാതൊരു തരത്തിലുള്ള അനുകൂല സമീപനങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. 22 വർഷത്തിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രം റേറ്റ് പരിഷ്കരണം നടന്ന, സേവന നിരക്ക് പരിഷ്കരണം നടന്ന ഒരേ ഒരു പദ്ധതി ഒരുപക്ഷെ ലോകത്ത് തന്നെ അക്ഷയ കേന്ദ്രമായിരിക്കും, അക്ഷയ പ്രസ്ഥാനമായിരിക്കും. അതും കഴിഞ്ഞ 2018 ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടുവെങ്കിലും 2015 അതിൻ്റെ ചർച്ചകൾ നടന്നത്. ആ 2018 നടന്ന അവതരിപ്പിച്ച റേറ്റ് ചാർട്ട് പോലും നാമമാത്രമായിട്ടാണ് അവർ അന്ന് വർദ്ധിപ്പിച്ചത്. അന്ന് തന്നെയും ഞങ്ങൾ പ്രതിഷേധങ്ങൾ സർക്കാരിനോട് ഉദ്യോഗസ്ഥരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്ത് തരാം. ഇപ്പോൾ വർഷം 2018 നിന്നും 2015 എത്തിയപ്പോൾ യാതൊരു തരത്തിലുള്ള അനുകൂലമായ സമീപനവും അവർ എടുക്കുന്നില്ല. ഇവർ കഴിഞ്ഞ 2023 സെപ്റ്റംബർ 30 ഞങ്ങൾ സെക്രട്ടേറിയറ്റ് പഠിക്കുന്നത് 2000-ഓളം വരുന്ന പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു. പല മീഡിയകളും ഞങ്ങളുടെ സമരം കവർ ചെയ്തിരുന്നു. നല്ലൊരു മഴ സമയത്ത് പോലും 2000-ഓളം വരുന്ന അക്ഷയ സംരംഭകർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്തു. അതിനുശേഷവും ഞങ്ങൾ സർക്കാരിനോട് പല വിധത്തിൽ ഇതിനു വേണ്ടി ഈ ഒരു സേവന നിരക്ക് പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനങ്ങൾ കൊടുക്കുകയുണ്ടായി. മുഖ്യമന്ത്രിക്കും IT സെക്രട്ടറിക്കും IT ഡയറക്ടറിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ യാതൊരുവിധ അനുകൂലമായ നടപടിയും അവർ സ്വീകരിച്ചില്ല. എന്ന് മാത്രമല്ല, ഇപ്പോഴും അതിനെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ല. മുഖ്യമന്ത്രിയുടെ ടേബിളിൽ 20% വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സേവന നിരക്ക് CMDയെ കൊണ്ട് പഠനം നടത്തി കൊടുത്ത റിപ്പോർട്ടിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ടേബിൾ ഉണ്ടെന്നാണ് ഞങ്ങൾ അറിയുന്നത്. ഈ 20% എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട പത്രപ്രവർത്തകരോട് പറയാനുള്ളത്, ഞങ്ങൾക്ക് 3 രൂപയാണ് ഒരു പ്രിൻറ്റിംഗ് ചാർജ്. 3 രൂപ. നിങ്ങളൊന്നും ഓർക്കണം, അത് സർക്കാരിൻ്റെ ഫീസ് 3 രൂപയാണ്. സർക്കാരിന് അത് കൊടുക്കാം. സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നുള്ള പൈസ എടുത്താണ് പേപ്പറും അവിടുത്തെ മിഷനറിയും അവിടുത്തെ സ്റ്റാഫും എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ സംരംഭകരായ ഞങ്ങളുടെ പൈസ മുടക്കി, ഞങ്ങളുടെ സ്റ്റാഫിന് പൈസ കൊടുത്ത്, ഞങ്ങൾ പേപ്പർ വാങ്ങിച്ച്, പ്രിൻ്റർ വാങ്ങിച്ച്, ഇതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞങ്ങളാണ്. ഞങ്ങൾക്ക് 3 രൂപയാണ്. ഒന്നാലോചിച്ച് നോക്കണം, ഇത് എത്ര നീതിപരമാണ്. ഈ 3 രൂപ 20% കൂടുമ്പോൾ 3 രൂപ 60 ദിവസം, ഒരു പക്ഷേ ഞങ്ങൾക്ക് 4 രൂപയായത് റൗണ്ട് ചെയ്ത് തരുമായിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ഇവിടെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പോകുമ്പോൾ എത്ര രൂപയാണ് വരികയാണ്. ഇന്ന് കൊറോണ കാലത്ത് ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് സർക്കാർ പറഞ്ഞതുപോലെ അവർക്ക് വേണ്ടുന്ന ഡാറ്റ എൻട്രി മുഴുവൻ ഞങ്ങൾ ചെയ്തു കൊടുത്തു. അക്ഷയ കേന്ദ്രങ്ങൾ തുറന്ന് പ്രവർത്തിച്ചു. അതിൻ്റെ പാർശ്വഫലങ്ങളായിട്ട് 8 സംരംഭകർ മരിച്ചുപോയി. ഞങ്ങളുടെ കയ്യിൽ കണക്കുണ്ട്. ഈ 8 സംരംഭകർക്കും ഞങ്ങൾ സാമ്പത്തിക സഹായം കൊടുത്താണ്. 5 ലക്ഷം രൂപ വീതം ഞങ്ങൾ കണ്ടെത്തിയാണ് കൊടുത്തത്, ഞങ്ങളുടെ സംഘടന. സർക്കാരിൽ നിന്ന് 1 രൂപ പോലും, അന്ന് പക്ഷികൾക്കും മൃഗങ്ങൾക്ക് പോലും സർക്കാർ സഹായങ്ങൾ നൽകി അവരെ സംരക്ഷിച്ചു എന്ന് അവകാശപ്പെടുമ്പോൾ സർക്കാരിൻ്റെ ഭാഗമായി നിന്ന അക്ഷയ കേന്ദ്രങ്ങൾക്ക് 1 രൂപ പോലും തരാൻ സർക്കാർ ദയവ് കാണിച്ചില്ല. അതുകൂടാതെ ഇപ്പോഴും 3000-ഓളം വരുന്ന അക്ഷയ കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. ഈ 3000-ഓളം വരുന്ന അക്ഷയ കേന്ദ്രങ്ങളിൽ 40% അക്ഷയ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. കൃത്യമായ ഒരു കണക്കാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുള്ളതാണ്. 40% അക്ഷയ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. അതിന് കാരണം വ്യാപകമായി വന്ന വ്യാജ കേന്ദ്രങ്ങൾ. അവർ യഥേഷ്ടം പൈസ വാങ്ങിച്ച് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അക്ഷയയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള സേവനങ്ങൾക്ക് നിന്നും
ഒരു 5 രൂപ ഇന്നത്തെ കാലത്തിൽ ഒരു 5 രൂപ കൂടുതൽ വാങ്ങിച്ചാൽ പോലും ഞങ്ങൾക്കെതിരെ പരാതിയുണ്ട്, അതിനെതിരെ അന്വേഷണമുണ്ട്, അതിനെതിരെ നടപടിയുണ്ട്. പക്ഷേ ഈ വ്യാജ കേന്ദ്രങ്ങൾക്കെതിരെ യാതൊരു തരത്തിലുള്ള പരാതിയുമില്ല. അവർ ചെയ്യുന്ന തെറ്റ് പോലും അക്ഷയക്കാരാണ് ചെയ്യുന്നുവെന്ന് കംപ്ലൈന്റുകൾ പോയിട്ടുണ്ട്. അങ്ങനെ എത്രയോ പരാതികൾ ഞങ്ങൾ തെളിയിച്ചു. ചില പത്രമാധ്യമങ്ങളിൽ പോലും അവർ വാങ്ങിയ ഫീസ് അക്ഷയ വാങ്ങിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് കണ്ടുപിടിച്ച് ആ പത്രത്തിൽ തീർച്ചയായിട്ടും അത് തിരുത്തു തന്നെ ഞങ്ങൾ കൊടുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഞങ്ങൾ നേരിടുകയാണ്. അത് മാത്രമല്ല, സർക്കാരിന്റെ എല്ലാ പദ്ധതികളും, ഓൺലൈൻ പദ്ധതികളും അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മാത്രമേ നടപ്പിലാക്കപ്പെടാവൂവെന്നും അത് വാണിജ്യ അടിസ്ഥാനത്തിൽ കാശ് വാങ്ങിക്കാൻ പറ്റുന്നത് അക്ഷയക്കാണെന്നും സർക്കാരിന്റെ ഉത്തരവുണ്ട്. പക്ഷേ മറ്റുള്ള ഇതുപോലുള്ള വ്യാജ കേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ സർവീസ് ചെയ്യുന്നതിന് ഇവിടെ നിയന്ത്രിക്കാൻ നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിലും അത് നടപ്പിലാക്കപ്പെടുന്നില്ല. ഒരു ഉദ്യോഗസ്ഥരും അതിനെതിരെ നടപടിയെടുക്കുന്നില്ല. ഞങ്ങൾ അതിന് ഇവിടുത്തെ 140 MLA-മാരെയും കണ്ട് ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്തിരുന്നു. ഇപ്പോൾ ഞങ്ങൾ എല്ലാ സർക്കാർ ഓഫീസുകളിലും സർക്കാരിന്റെ ഉത്തരവും കോടതി ഉത്തരവുകളും ഞങ്ങൾ കൊണ്ടെത്തിച്ചുകൊണ്ട് അവരെയും ഇത് ബോധവൽക്കരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. പക്ഷെ ഇത്രത്തോളമൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ഇവിടെ നമുക്കറിയാം, പൊതുജനങ്ങൾക്ക് ചെയ്യുവാൻ കൊടുത്തിരിക്കുന്ന ആ സിറ്റിസൺ ലോഗിനിൽ കയറിയാണ് ഈ വ്യാജ കേന്ദ്രങ്ങളെല്ലാം തന്നെയും ചെയ്യുന്നത്. ഇതിനെ നിയന്ത്രിക്കുവാനോ അവർക്കൊരു റേറ്റിന്റെ കാര്യത്തിൽ സർക്കാരിന് യാതൊരു നിയന്ത്രണവുമില്ലാതെയോ പോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇപ്പോൾ സർക്കാരിന്റെ റേറ്റ് നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലും സംരംഭകരുടെ പ്രശ്നങ്ങളെ സർക്കാരിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ട് യാതൊരു തരത്തിലുള്ള അനുകൂല നടപടി ഇല്ലാത്തതിന്റെ പശ്ചാത്തലത്തിലുമാണ് ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾ സമരമാർഗത്തിലേക്ക് വരുന്നത്. ഞങ്ങൾ കരിദിനം ആചരിച്ചിട്ടുണ്ട്, സെന്റർ അടച്ചിട്ട് ആചരിച്ചിട്ടുണ്ട്, കൂടുതൽ പ്രവർത്തിച്ച് ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്രട്ടേറിയറ്റിൽ ഞങ്ങൾ സമരം ചെയ്യുന്നു. ഇപ്പോൾ IT മിഷനിലേക്ക് ഞങ്ങൾ സമരം ചെയ്യുകയാണ്. ഇതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവരുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കുഞ്ഞാലിക്കുട്ടി പിന്നെ അതിൽ മുഖ്യമായ പ്രഭാഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം പന്ന്യൻ സഹാവും അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. മറ്റു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള നേതാക്കന്മാരും ഞങ്ങൾക്ക് അനുകൂലമായി ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം പത്രമാധ്യമങ്ങളിലും ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ പിഴവുകൾ അത് എല്ലാ രംഗത്തുമുണ്ട്. നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. ഞങ്ങളുടെ സ്ഥാപനത്തിൽ കള്ളന്മാരെ പോലെ ഇരുന്ന് ജോലി ചെയ്യുവാൻ ഇടയാക്കുന്ന ഇവിടുത്തെ നിയമം എല്ലാം ഞങ്ങളാണ് കൊടുക്കുന്നത്. റെന്റ് ആയിക്കോട്ടെ, സ്റ്റാഫ് സാലറി ആയിക്കോട്ടെ, ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, സ്റ്റേഷനറി ആയിക്കോട്ടെ, അവിടുത്തെ കമ്പ്യൂട്ടറുകൾ, സർക്കാരിൽ നിന്ന് 1 രൂപ പോലും ഞങ്ങൾക്ക് ആനുകൂല്യങ്ങളില്ല. സ്വന്തം കയ്യിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടാണ് അക്ഷയ സംരംഭങ്ങൾ നടത്തുന്നത്. പലപ്പോഴും നമ്മൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും അവർ പോലും കരുതുന്നത് ഞങ്ങൾ സർക്കാരിന് എന്തോ ഞങ്ങൾ ഫണ്ട് തരുന്നുണ്ട്. ഞങ്ങൾ ഫണ്ട് തരുന്നില്ല. സർക്കാർ പക്ഷേ ഫണ്ട് അനുവദിക്കുന്നുണ്ട്. ഒരു വർഷത്തിൽ ഏകദേശം 5 കോടി രൂപയോളം അക്ഷയ പ്രോജക്റ്റിന് വേണ്ടി അവർ അനുവദിക്കുന്നുണ്ട്. ആ അനുവദിക്കുന്ന കാശ് 108ഓളം വരുന്ന ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. 1 രൂപ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിച്ചാൽ അറിയാം. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഇതിന് എല്ലാ പത്രമാധ്യമങ്ങളും ഞങ്ങളുടെ അവസ്ഥ കൂടെ ഒന്ന് പരിഗണിക്കണം. ഞങ്ങൾ സാധാരണപ്പെട്ട മനുഷ്യരാണ്. ഏതാണ്ട് 10-20,000 പേർക്ക് ഞങ്ങൾ ജോലി കൊടുക്കുന്നു. ഈ അക്ഷയ പ്രസ്ഥാനത്തിലൂടെ 20,000 പേർക്ക് ഞങ്ങൾ ജോലി കൊടുക്കുന്നു. ഇതും ഞങ്ങൾ രാജ്യത്തോട് ചെയ്യുന്ന ചെറിയ സംരംഭകത്വം നടത്തുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ചെയ്യുന്ന നന്മയാണ്. ഇതുകൂടി പരിഗണിക്കുക. ഇനി ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. കൂടുതലായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ അനുവദിക്കും. പക്ഷേ അതേസമയത്ത് ഈ ധാരാളം സ്വകാര്യ കേന്ദ്രങ്ങൾ പല പ്രദേശങ്ങളിൽ വരുന്നുണ്ട്. ഇത് വ്യാജ കേന്ദ്രം എന്ന് പറയുന്നത് അക്ഷയയ്ക്ക് മാത്രമായിട്ടാണ് പല സർവീസുകളും സർക്കാർ തന്നിട്ടുള്ളത്, ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്. ആ സർവീസുകൾ പുറത്ത് ചെയ്യാൻ പാടില്ല. വാണിജ്യാടിസ്ഥാനത്തിൽ ആർക്കും ഒരു ഡിസ്ട്രിക്ട് സർട്ടിഫിക്കറ്റോ മറ്റ് സർക്കാർ പറയുന്ന വർക്കുകളോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉത്തരവുണ്ടായിരിക്കെ ഇവരിത് ചെയ്യുമ്പോൾ അക്ഷയയിലേക്ക് ആൾ വരാതെ ആകുകയും അക്ഷയ കേന്ദ്രങ്ങൾ ക്ലോസ് ചെയ്ത് പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഇത് വരുന്ന സ്ഥാപനങ്ങളും അധികാലം ഉണ്ടാകാറില്ല. അവർ കുറച്ചു കാലം കഴിയുമ്പോൾ അത് ക്ലോസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അക്ഷയ കേന്ദ്രത്തിന് കറക്റ്റായിട്ട് ഒരു റേറ്റ് ചാർട്ടുണ്ട്, എന്തൊക്കെ സർവീസ് ചെയ്യണമെന്നുണ്ട്. അതിനൊരു ജില്ലാ ഓഫീസുണ്ട്, ഒരു സ്റ്റേറ്റ് ഓഫീസുണ്ട്. IT മിഷൻ ഡയറക്ടർ ആണ് അക്ഷയ ഡയറക്ടർ. അതിന്മേൽ കളക്ടറുണ്ട്. കളക്ടർ നാഷണൽ ഇ ഗവേണൻസ് സൊസൈറ്റിയുടെ ചെയർമാനാണ്. അപ്പോൾ അതിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അക്ഷയെ നിയന്ത്രിക്കാൻ ധാരാളം സംവിധാനങ്ങളുണ്ട്.
ഇപ്പോൾ തന്നെ ഒരു പരാതി അക്ഷയക്കെതിരെ കൊടുത്തു കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് ആ പരാതി പരിഹരിക്കുന്ന നടപടികളുണ്ട്. പക്ഷേ ഇവിടെ കൂടുതലും പരാതികൾ വരുന്നത് അക്ഷയ എന്നുള്ള പേരിൽ ജനങ്ങൾക്കെല്ലാം അക്ഷയ കേന്ദ്രങ്ങളാണ്. നാട്ടിലുള്ള എല്ലാ ജനസേവന കേന്ദ്രങ്ങളും സ്വകാര്യ കേന്ദ്രങ്ങളും ജനങ്ങൾ അക്ഷയ എന്നാണ് കരുതുന്നത്. അങ്ങനെയാണ് പരാതികൾ കൂടുതലും വരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി. കാരണം 2015 റേറ്റ് വെച്ചിട്ട് തന്നെ 2024 പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അതൊക്കെ ശക്തമാണ്. അപ്പോൾ മിനിമം സാലറി നമുക്ക് കൊടുക്കേണ്ടി വരും. പക്ഷെ ഒരു പ്രൈവറ്റ് കേന്ദ്രത്തിനാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ടുപോകുന്നതിനുള്ള അത് ബുദ്ധിമുട്ടാണ് വരുന്നത്. അപ്പോൾ റേറ്റ് റിവൈസ് ചെയ്ത് തന്നാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നമ്മുടെ സർവീസ് ചാർജ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളില്ല. CSE ഞങ്ങളിപ്പോൾ അവരുടെ ഹൈ ഒഫീഷ്യൽസുമായിട്ട് ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവർ പറയുന്നത് 13,000 CSEകൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായി CSE എന്ന് പറയപ്പെടുന്നത് അക്ഷയയാണ്. സുതാര്യമായി ഗുഡ് ഗവേണൻസ് ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണിത്. കേരളത്തിൽ അത് വന്നപ്പോൾ കേരള സർക്കാർ കേരള ഗവൺമെന്റിന് ആക്കിയിട്ട് അപ്പോഴും അതിൽ പറഞ്ഞിരിക്കുന്ന CSE എന്ന് തന്നെയാണ്, കോമൺ സർവീസ് സെന്റർ കോൺസെപ്റ്റാണ്. കേരള ഗവൺമെന്റ് തന്നെ അക്ഷയ എന്നുള്ള പേര് നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ നിന്നൊരു പേര് നൽകി അക്ഷയ, അതിന് താഴെ പറഞ്ഞ അക്ഷയ കോമൺ സർവീസ് സെന്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ആ CSE ആണ് കേരളത്തിൽ അക്ഷയ എന്നുള്ള പേര് അറിയപ്പെടുന്നത്. മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഗവൺമെന്റിന്റെ കൺട്രോളിലല്ലാതെ അത് പല ഏജൻസികൾക്ക് ആയിട്ട് പോയി. അപ്പോൾ അവിടെ പല ഏജൻസികളാണ് പല സ്റ്റേറ്റുകളിലും ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. പക്ഷെ കേരളത്തിൽ ഗവൺമെന്റ് കീഴിലായതുകൊണ്ട് വളരെ സുതാര്യമായി PPP മോഡലിൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് എന്ന രീതിയിൽ സംരംഭകത്വം നിർത്തിക്കൊണ്ട് ഒരാളിന് ഇപ്പോൾ IT-യുമായി അവയർനെസ് ഉള്ള ഒരാളിന് IT-യുമായി പരിചയമുള്ള ഒരാളിന് ഇത് അപേക്ഷിക്കാം എന്നുള്ള ഒരു സാഹചര്യത്തിൽ അപേക്ഷിച്ചിട്ടാണ് അന്ന് 2005 2008 വ്യാപകമായി 2005 വരെയും 2008 വ്യാപകമായി എല്ലായിടത്തും ഒരു പഞ്ചായത്തിൽ 2ഉം 3ഉം അനുവദിച്ചുകൊണ്ട് വരികയും ചെയ്തതാണ്. ഇതാണ് ആക്ച്വലി CSE എന്ന് പറയുന്നത് അക്ഷയ തന്നെയാണ്. പക്ഷേ കേരളത്തിലെ ഈ CSEയുടെ ഭാഗമായിട്ട് കേരളത്തിലെ മറ്റുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഈ CSE കൺസെപ്റ്റ് തകർന്നു പോയപ്പോൾ കേരളത്തിൽ ഇത് സർക്കാരിൻ്റെ കീഴിലായതുകൊണ്ട് സുതാര്യമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് കേരളത്തിൽ എങ്ങനെയാണ് ഈ CSE അക്ഷയ കേന്ദ്രങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ഇ ഗവേണൻസ് സൊസൈറ്റിയുടെ ഒരു കമ്മിറ്റി വെച്ചു. അപ്പോൾ അവർ കേരളത്തിൽ എല്ലാ സ്റ്റേറ്റുകളിലും പോയി പഠിക്കുകയും കേരളത്തിൽ വന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും കേരള മോഡൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു. അതേസമയത്ത് അവരുടെ ഒഫീഷ്യൽസ് തന്നെ കേരളത്തിൽ വരികയും ചെയ്തു. ആ സമയത്ത് ഇത് തമ്മിൽ അക്ഷയയും CSEയും തമ്മിൽ ഒരു ക്ലബിങ്ങിന്റെ ഒരു പ്രശ്നം വന്നുകൊണ്ട് അവരെന്ത് ചെയ്തു, ഓൺലൈനായിട്ട് മറ്റുള്ള സ്റ്റേറ്റുകളിൽ കൊടുത്ത പോലെ കേരളത്തിലും CSE കേന്ദ്രങ്ങൾ അനുവദിക്കാൻ തുടങ്ങി. പക്ഷേ കേരളത്തിലെ CSEയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനം പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ IT മിഷന്റെ കീഴിൽ നാഷണൽ ഇ ഗവേണൻസ് സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്തതായിരിക്കണം. പക്ഷേ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരേ ഒരു കേന്ദ്രം അക്ഷയ കേന്ദ്രങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇവിടുത്തെ CSEകളെല്ലാം പ്രവർത്തിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇല്ലീഗലായിട്ടാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ IT മിഷൻ ഡയറക്ടർക്കും അക്ഷയ ഡയറക്ടർക്കും ഗവൺമെന്റിനും IT സെക്രട്ടറിക്കും പരാതി കൊടുക്കുകയും അങ്ങനെ കേസ് നമ്മൾ ഫയൽ ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് പോലും CSEക്ക് അവർക്ക് പാരലായിട്ട് ഇവിടെ പ്രവർത്തിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ഒരു മാർഗരേഖയോ അതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും അവർക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും കേരളത്തിലെ CSE എന്ന് പറയുന്ന അക്ഷയ കേന്ദ്രങ്ങളാണ്, അത് മാത്രമാണ് നാഷണൽ ഇ ഗവേണൻസ് സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നത്.